ഗൂഗിൾ ജെമിനിയിൽ ഇതിനു മുമ്പ് ഫോട്ടോ എൻഹാൻസിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഒരു അപ്ഡേറ്റിന് ശേഷം അവർക്ക് വന്നിരിക്കുന്ന എൻഹാൻസിങ്ങിൽ ലെവലിലാണ് ഇതിന് മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എത്ര പിക്സലേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് കൊടുത്താലും എന്താ പറയുന്നത്, ഹൈലി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അത് ക്ലോത്ത് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഫാബ്രിക് ആയിക്കോട്ടെ, എല്ലാത്തിനും നല്ല ഡീറ്റെയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോംപ്റ്റും കാര്യങ്ങളും എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയ്ക്കത്തോടെ പറയാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ യൂസ് ചെയ്ത് നോക്കാൻ പോകുന്ന ഫോട്ടോ എന്ന് പറയുന്നത് വേണ്ട ഈ ഇമേജാണ്. ഈ ഇമേജ് നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേന് തന്നെ അറിയാം, ഒട്ടും ക്ലാരിറ്റിയോ ഡീറ്റെയിലിങ്ങോ ഒന്നും തന്നെ ഇല്ലാത്തൊരു ഇമേജാണ് ഈ ഇമേജ്. ഇനി നമുക്ക് നേരെ ഗൂഗിൾ ജെമിനി ഓപ്പൺ ചെയ്യുക, നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, ഈ പ്രോംപ്റ്റ് അതേപടി പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റിൻ്റെ അകത്ത് പ്രോംപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് റിപ്ലൈ ആയിട്ട് ഈ പ്രോംപ്റ്റ് ഇട്ട് തരുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് റിസൾട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ റിസൾട്ട് ആയിട്ടുണ്ട്. നമുക്ക് ഈ 2 ഇമേജസ് ഒന്ന് ഫോട്ടോഷോപ്പിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം ഇതിൻ്റെ ഡിഫറൻസ് എന്തേലും ഉണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഞാൻ. ഇതാണ് ഇപ്പോൾ വന്ന റിസൾട്ട്. ഇത് നമുക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേന് തന്നെ ഇമേജിൻ്റെ വ്യത്യാസം അറിയാം. നോക്കി എത്ര ഡീറ്റെയിലിങ്, ആ ഓർണമെൻറ്റ്സിൻ്റെയും കൺവീലിയുടെയും എല്ലാം ഡീറ്റെയിലിങ് നോക്കി. ആ ഹെയർ കണ്ടോ, ഹെയറിന് വരെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ ക്ലോത്തിനാണെങ്കിലും അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങിനാണ് ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വ്യത്യാസം പറയുകയാണെങ്കിൽ പഴയ ഇമേജ് കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. കാരണം ആ ഇമേജിൻ്റെ അവസ്ഥയെ ഈ ഇമേജും കൂടെ നോക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. ഇതാണ് നമ്മുടെ പഴയ ഇമേജ് കണ്ടു. അത് സൂം ചെയ്തപ്പോൾ ഫേസ് പോലും ക്ലിയർ ആകാത്ത ടൈപ്പ് ഒരു പിക്സലേറ്റഡ് ഇമേജാണ് നമ്മൾ നോക്കിയത്. രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേന് അതിൻ്റെ വ്യത്യാസം കണ്ടു. ഇത്രയും വ്യത്യാസം നമുക്ക് ജെമിനി ഇത്തവണത്തെ അപ്ഡേറ്റ് കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, പ്രോംപ്റ്റ് എന്ന് കമൻറ്റ് ചെയ്യുക, ഞാനിത് റിപ്ലൈ ആയിട്ടിടാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള കണ്ടൻറ്റ് അപ്പോൾ ഇനി കാണാം. അപ്പം